അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്രിദൂ വയഖൂലൂ സിഹ്റുൻ മുസ്തമിർ. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ഖിയാമത്ത് നാൾ ലോകാവസാനം അടുത്തിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രന്റെ കഷ്ണമായി പിളർന്നിരിക്കുന്നു. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ നിങ്ങൾ പ്രവാചകനാണെന്നതിന് തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് രണ്ട് കഷ്ണമാക്കി ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഭാഗ്യവാന്മാരാണ് നമ്മൾ. മഹാന്മാരായ സഹാബാക്കൾ ഒരു നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ നാളെ അവരുടെ തണലിൽ, അവരുടെ നിഴലിൽ, അവരുടെ കീഴിലായിരിക്കും നാളെ മഹ്ശറയിലേക്ക് നമ്മൾ കൊണ്ടുപോകപ്പെടുന്നത്. അവരായിരിക്കും നാളെ നമ്മെ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട തളങ്കര സ്വദേശികളോട് എനിക്ക് പറയാനുള്ളത്, കാസർഗോഡിന്റെ എന്നല്ല, കേരളത്തിന്റെ മക്കയാണ് തളങ്കര. നമ്മുടെ തലസ്ഥാന നഗരി അല്ലെങ്കിൽ കേരളത്തിന്റെ ഹൃദയഭാഗമാണ് തളങ്കര. അത് ഞാനല്ല, എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ഭാഗ്യവാനാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഈ പരിശുദ്ധമായ ഉറൂസിന് വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഗ്യവാനാണ് നമ്മൾ, ഭാഗ്യവാന്മാരാണ്. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യമുള്ള മണ്ണിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് അപകടമാണ്. അവരുടെ കുരുത്തക്കേട് തട്ടാനും സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവരുടെ മണ്ണ് വളരെ മഹത്വവും ഒരുപാട് പ്രധാനവുമുള്ള മണ്ണായതുപോലെ ഈ മണ്ണിൽ വെച്ച് തെറ്റ് ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത്. ഈ മണ്ണിൽ വെച്ച് തിന്മ ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത്. ومن يعظم شعائر الله فإنه من تقوى القلوب فإنها من تقوى القلوب. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത്, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുന്നത്, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുന്നത് അത് മുത്തഖീങ്ങൾക്ക് സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഈ മണ്ണ് പവിത്രമാണ്, ഈ മണ്ണ് ധന്യമാണ്. എന്തിനേറെ പറയണം, ഇതിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ ലക്ഷോപലക്ഷം ആളുകൾ ദൈനംദിനം ഇവിടെ വന്നിട്ട് നിരന്തരമായി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി യാസീൻ സൂറത്ത് ഇവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും വിടതടവില്ലാതെ, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ രാത്രി മുതൽ, രാവിലെ സുബഹി നിസ്കാരം മുതൽ രാത്രി 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഉറക്കില്ലാതെ, ഊണില്ലാതെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ, മലായികങ്ങളുടെ സാന്നിധ്യമുള്ള മണ്ണിൽ, അല്ലാഹു സ്വർഗ്ഗത്തിന്റെ സദസ്സെന്ന് വിശേഷിപ്പിച്ച മണ്ണിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇനെ തട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലാ. അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. പൊതുപ്രവർത്തനം ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മേഖലയാണത്. സ്വന്തത്തെക്കാളും മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകണമെന്ന് പഠിപ്പിച്ച വഴിയാണ്. അതാണ് പരിശുദ്ധമായ ദീനിന്റെ രീതി. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരനും വേണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സുഹൃത്തിനും വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചങ്ങാതിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അയൽവാസിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടുകാരന് വേണം. എന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എന്റെ അയൽവാസിക്കും, എന്റെ ചങ്ങാതിമാർക്കും, എന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണനായ മുഅ്മിനാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കൊരു BMW വാങ്ങണം എന്ന പൂതിയുണ്ടെങ്കിൽ അതെന്റെ സുഹൃത്തിന് കിട്ടുമ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കണം. അപ്പൊ അസൂയ ഉണ്ടാവാൻ പാടില്ല. അവന്റെ വീട്ടിൽ ബെൻസ് ഉണ്ടല്ലോ,
അവന്റെ വീട്ടിൽ വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അത് ആ ഒരു അസൂയ ഉണ്ടാകുന്നതിന് പകരം അവൻ അല്ലാഹു നിഅമത്ത് നൽകുമ്പോ അതിൽ സംതൃപ്തരാവാനും അതിൽ സന്തോഷിക്കാനും നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് പരിപൂർണനായ ഒരു മുഅ്മിനായി നമ്മൾ മാറുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റുള്ളവന്റെ സുഖങ്ങളിൽ അസൂയ തോന്നാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. മുഅ്മിനായി മാറാൻ, യഥാർത്ഥ മുഅ്മിനായി സത്യവിശ്വാസിയായി മാറാൻ സ്വന്തത്തെക്കാളും പ്രാധാന്യം നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്കാണ് നമ്മൾ നൽകേണ്ടത്. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം നൽകി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. അല്ലാഹു നമ്മളെ എല്ലാ ആളുകളെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് പ്രതിനിധികളായിട്ടാണ്. ഓരോ ആളുകൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. മാ മിൻ അബ്ദി യസ്തർഈഹില്ലാ. അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ദൗത്യമുണ്ട്. ആരും അതിൽ നിന്ന് വിമുക്തരല്ല, ആരും അതിൽ നിന്ന് മുക്തരല്ല. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർറജുലു റാഇൻ ഫീ ബൈതിഹി. ഒരു വീടിന്റെ ഭരണാധികാരിയാണ് ആ വീട്ടിലെ പിതാവ്. ഉപ്പയില്ലെങ്കിലോ ആ വീടിന്റെ ഭരണാധികാരി, ആ വീടിന്റെ റാണി, ആ വീടിന്റെ രാജ്ഞി ഉമ്മയാണ്. ഉമ്മയും ഉപ്പയും ഇല്ലെങ്കിൽ ആരാണോ ആ വീടിന്റെ മുതിർന്ന ആളുകൾ, അവരാണ് വീട് ഭരിക്കേണ്ടത്. ഓരോ ആളുകൾക്കും അല്ലാഹു തആല ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിർവഹിക്കാതെ മരിച്ചുപോയാൽ യമൂതു യൗമ യമൂത്. അല്ലാഹു തആല ഉത്തരവാദിത്തങ്ങൾ നൽകി. പള്ളിയുടെ ഉത്തരവാദിത്തം, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളിൽ ഓരോ മഹല്ലിന്റെ പ്രതിനിധികളുണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, പ്രസിഡന്റുമാരുണ്ടാകും, ഖജാൻജിമാരുണ്ടാകും. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ, സംഘടനയുടെ, ഓരോ മേഖലകളുടെ, ഓരോ സ്ഥാപനങ്ങളുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യമൂതു യൗമ യമൂത്. അങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോകുമ്പോൾ വഹുവ ഗാശുൻ ലിറഇയ്യതിഹി. ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, ഒരു പള്ളിയുടെ ഖത്തീബ്, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവായ കമ്മിറ്റി ഭാരവാഹികൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന. അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മക്കളുണ്ടായി, അല്ലാഹു നമ്മൾക്ക് മക്കളെ നൽകി. 17 വർഷമായി ഉസ്താദേ എനിക്ക് മക്കളില്ല, എവിടെ പോയാലും ദുആ ചെയ്യണമെന്ന് ഈ പരിശുദ്ധമായ മണ്ണിൽ എന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അല്ലാഹുവേ മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. 35കാരൻ 35 വർഷമായി 40 വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ ഈ മഹാനുഭാവന്റെ, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദുആയിനെ തട്ടിക്കളയല്ല റബ്ബേ. മക്കളില്ലാതെ ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. സാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 100ാമത്തെ വയസ്സിൽ മക്കളെ നൽകിയവനാണ് അല്ലാഹു. 100ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ ലഭിച്ചത്. മറിയം ബീവിക്ക് മക്കളെ നൽകി. ഉപ്പയില്ലാതെ, ഭർത്താവില്ലാതെ. ഒരു ഭർത്താവില്ലാതെ മക്കളെ നൽകാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. എന്നിട്ട് മഹദിയായ മറിയം ബീവിക്ക് മക്കളുണ്ടായി. ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഒരാളുണ്ടായി. അതാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഉപ്പയില്ല, ഉമ്മയില്ല, മനുഷ്യനുണ്ടായി. ഇനി ഉപ്പയുണ്ട്, ഉമ്മയില്ല, ഉപ്പയുണ്ട്, ഉമ്മയില്ല. അതാണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മയുണ്ട്, ഉപ്പയില്ല. അതാണ് ഈസാ നബി അലൈഹിസ്സലാം. ഉപ്പയുമുണ്ട്, ഉമ്മയുമുണ്ട്. 100ാമത്തെ വയസ്സിലാണ് മക്കൾ ലഭിക്കുന്നത്. മഹാനായ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവേ ആ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ തള്ളിക്കളയില്ല റബ്ബേ. എത്രയോ മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന സദസ്സാണിത്, എത്രയോ ഔലിയാക്കളിന്റെ വിഷമം കൊള്ളുന്ന സദസ്സാണിത്. അല്ലാഹുവേ തള്ളിക്കളയില്ല റബ്ബേ, നിരാശരാക്കല്ല റബ്ബേ. അവരുടെ കരയുന്ന കണ്ണുനീർ തുള്ളികൾ കാണുന്നുണ്ട് റബ്ബേ. മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ നീ ഒരാളെയും നിരാശരാക്കല്ല റബ്ബേ. പറഞ്ഞു വന്നത്, അല്ലാഹു നമ്മൾക്ക് മക്കളെ നൽകിയാൽ ആ മക്കളെ സ്വാലിഹാക്കുക എന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ദൗത്യമാണ്. മക്കളെ സ്വാലിഹീങ്ങളാക്കാതെ, മക്കൾക്ക് അദബ് പഠിപ്പിക്കാതെ, മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാതെ ഉപ്പയോ ഉമ്മയോ മരിച്ചുപോയാൽ അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രഗൽഭനാണ്. ലോകം കണ്ട പ്രഗൽഭനായ കരയുന്ന രാജാവ്, കരയുന്ന ഭരണാധികാരി, ഭരണമേറ്റെടുത്തത് മുതൽ, ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മുതൽ കരയാൻ തുടങ്ങി. 2.5 വർഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. കരഞ്ഞ് 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 ശരീരമാകെ സൃഷ്ടിച്ച് 2.5 വർഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന് ശിഷ്യത്വം നൽകാൻ, അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി, ശിക്ഷണം നൽകാൻ വേണ്ടി ഒരു ഉസ്താദിനെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് ഏൽപ്പിക്കുകയും ഉസ്താദ് ചുട്ടയോടെ വളർത്തുമ്പോഴാണ് ഒരു ദിവസം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ജമാഅത്തിനെത്താതെ അല്പം വൈകിപ്പോയത്. മസ്ബൂഖായി പോയി. മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ. ഒരുപക്ഷേ ഇമാം ഒന്നാമത്തെ റുക്കൂഇൽ പോയി, ഒന്നാമത്തെ റക്അത്തിൽ റുക്കൂഇൽ പോയി ഇഅ്തിദാലിൽ ഉള്ള സമയം, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെത്തി മസ്ബൂഖായി. ഉസ്താദ് ചോദിച്ചു, എന്തേ ഇന്ന് മസ്ബൂഖാവാനുള്ള കാരണം? ജമാഅത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ് ആ സമയത്ത്, അദ്ദേഹം ഉസ്താദിനോട് മറുപടി പറഞ്ഞു, ഉസ്താദേ, എന്റെ തലവാരുകയായിരുന്നു ഞാൻ, തലചീകുകയായിരുന്നു ഞാൻ. തലചീകി അതൊന്ന് സെറ്റ് ചെയ്യുമ്പോ വലിയ രാജകുടുംബത്തിൽ പിറന്ന മഹാനാണ് അദ്ദേഹം, വലിയ രാജകീയമായ പ്രൗഢിയോടെ വളർന്ന മഹാനാണ് അദ്ദേഹം. എന്റെ തല ഒന്ന് ചീകി തലമുടി വൃത്തിയാക്കിയത് കാരണത്താലാണ് എനിക്ക് ജമാഅത്ത് മസ്ബൂഖായി പോയത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് ഉപ്പയ്ക്ക് കത്തെഴുതുന്നത്. ഉപ്പ ഈജിപ്തിലെ ഗവർണറാണ്. ഉപ്പയ്ക്ക് കത്തെഴുതി, തല ചീകിയത് കാരണം നിങ്ങളുടെ മകന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു, മസ്ബൂഖായി പോയി. ഇത് കേൾക്കേണ്ട താമസം ഉപ്പ തിരിച്ചൊരു കത്തെഴുതുകയാണ്. തല വാർന്നത് കാരണം, തല ചീകിയത് കാരണം എന്റെ മകന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ട് മസ്ബൂഖായാൽ എന്റെ മകന് ആ ഒരു മുടി ആവശ്യമില്ല. മുടി മുണ്ടനം ചെയ്തേക്ക്, മൊട്ടയടിച്ചേക്ക്, മുടി വടിച്ചു കളഞ്ഞേക്ക്. ഇതാണ് ശിക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തുന്നത്. ഇങ്ങനെയാണ് വളർത്തൽ. മസ്ബൂഖായതിന്റെ പേരിൽ ഇനി തല വാരരുത്, തലമുടി മുഴുവനും മുണ്ടനം ചെയ്യണം, മൊട്ടയടിക്കണമെന്ന് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഈ ഒരു ഉത്തരവാദിത്വം ഓരോ ഉപ്പമാർക്കും ഓരോ ഉമ്മമാർക്കും ഉണ്ട്. മക്കൾ സ്വാലിഹാക്കൽ നമ്മുടെ ബാധ്യതയാണ്. മക്കളെ സ്വാലിഹീങ്ങളാവാതെ മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനിന് ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ച മഹാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു നീതിക്ക് വേണ്ടി പോരാടിയ, ജീവിക്കാൻ വേണ്ടി മറന്നുപോയ, അദ്ദേഹത്തിന്റെ ഭരണസമയത്ത് അവസാന 2 വർഷം കിടന്നുറങ്ങിയിട്ടേയില്ല. ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട് കേൾക്കാം, ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ. കേട്ടിട്ടില്ല നിങ്ങൾ? ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. അതല്ല, ജോലി കിട്ടിയാ പിന്നെ ഉറക്കില്ല. അവസാനത്തെ 2 വർഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയിട്ടേയില്ല, രാത്രി ഉറങ്ങിയിട്ടേയില്ല.
ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ നിങ്ങൾ രാത്രി ഉറങ്ങാത്തത്? നിങ്ങൾക്കൊന്ന് രാത്രി ഉറങ്ങിക്കൂടെ? അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, എന്നെ തേടി ഈ നാട്ടിലെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ അവർക്ക് ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാനും ഉറങ്ങിയാൽ അത് ആരാണ് ചെയ്തു കൊടുക്കുക? ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ, സാമൂഹിക സാംസ്കാരിക നഭോമണ്ഡലങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന നേതാക്കൾ പഠിക്കണം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനും കൂടി കിടന്നുറങ്ങിയാൽ എന്റെ പ്രജകളിൽ ആർക്കെങ്കിലും വല്ല ആവശ്യവും ഉണ്ടായാൽ ആരാണ് അവർക്ക് ആ ആവശ്യം ചെയ്തു കൊടുക്കുക? ആരാണ് അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുക? അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാനിവിടെ നടന്നിട്ട് ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാം. ശരി അമീറുൽ മുഅ്മിനീൻ, എന്നാൽ നിങ്ങൾക്ക് പകലിൽ അല്പം കിടന്നുറങ്ങിക്കൂടെ? രാത്രി ഏതായാലും ഉറക്കില്ല, പകലിൽ ഉറങ്ങിക്കൂടെ? ഒന്ന് പകലിലൊന്ന് വിശ്രമിച്ചൂടെ? അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ തേടി പല ആവശ്യങ്ങൾക്കായി പല ആളുകൾ എന്നെ തേടി എന്റെ ഭരണപ്രദേശത്തേക്ക് കടന്നു വരുമ്പോ, പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ഉറങ്ങിയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് ഞാൻ പറയേണ്ടത്? നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മതി, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ആയാൽ മതി, എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ പോയാൽ നാളെ വാ, നോക്കിയിട്ട് വരില്ല, നാളെ വാ. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു പള്ളിയുടെ ഒരു കോട്ടേഴ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അടുത്ത ഹജ്ജ് പെരുന്നാളിന് പണി പൂർത്തിയാക്കണമെന്ന രീതിയിലാണ് ഏൽപ്പിച്ചത്. 5 മാസമായി പെർമിഷൻ കിട്ടിയത്. ഇന്നലെ 5 മാസമായ ഒരു ബിൽഡിങ്ങിന്റെ പെർമിഷന് വേണ്ടിയിട്ട് പിന്നാലെ ഓടാണ്. പെർമിഷൻ കിട്ടിയത് ഇന്നലെ, 2 ദിവസം മുമ്പ് പെർമിഷൻ കിട്ടിയത്. ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തകർ ഒരു ജോലി ഏറ്റെടുത്താൽ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കാതെ മരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നരകം ഉറപ്പ് തന്നെയാണ്. അത് ആരാണെങ്കിലും ശരി, രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും ശരി, പള്ളിയുടെ ഉസ്താദുമാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഭംഗിയായി നിർവഹിക്കാതെ നാളെ വാ, മറ്റന്നാൾ വാ, അവിടത്തോട്ട് വേണം, ഇത് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ആളുകളെ വേദനിപ്പിക്കുന്ന ഓരോ നേതാക്കന്മാരും ഓരോ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം, ആളുകളെ വെറുപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ 2 വർഷം കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ്. രാത്രി ഉറങ്ങാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുകയാണ് മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ. മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാനിടയായത്. അപ്പോഴേക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താ? പെണ്ണിനോട് ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു രാജാവ്, ഒരു അമീർ എന്റെ ദൗത്യം ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെ രഹസ്യമായി രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ വൃദ്ധയായ മാതാവിനറിയില്ല ഇത് അമീറുൽ മുഅ്മിനീനാണെന്ന്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഈ വൃദ്ധയായ മാതാവിനറിയില്ല. ആ ഉമ്മയോട് ഉമർ തങ്ങൾ ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവൻ പറഞ്ഞു, ഉമറോ ഉമറിനെ കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത്. എനിക്ക് ഉമറിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല, ഉമറിനെ കുറിച്ച് എനിക്ക് നല്ലത് പറയാനില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പേടിച്ചു പോയത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഉമർ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോഴാണ് ആ വൃദ്ധയായ മാതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, അധികാരം കയ്യിൽ കിട്ടിയതിനു ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് ഇന്നേ വരെ ഒരു ദീനാറോ ഒരു ദിർഹമോ നൽകിയിട്ടേ ഇല്ല.
ഞാൻ പാവപ്പെട്ട ഒരു വൃദ്ധയായ മാതാവാണ്, എന്റെ ചെലവിന് ആവശ്യമായ ദീനാറോ ദിർഹമോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് നൽകിയിട്ടേ ഇല്ല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ല ഉമ്മ, മദീനയുടെ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രയാസം എങ്ങനെയാണ് മദീനയുടെ പള്ളിയിൽ, മദീനയുടെ അടുത്ത് ഭരണപ്രദേശത്ത് താമസിക്കുന്ന ഉമറിനറിയുന്നത്? തളങ്കരയിൽ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യമായൊരു വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ ഉപ്പമായൊരു വിഷയമല്ലല്ലോ. മദീനയുടെ ഏതോ ഒരു മുക്കുമൂലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സാമ്പത്തികമായി ആവശ്യമുണ്ട് എന്ന് ഉമറിനെങ്ങനെ അറിയാം? അപ്പോഴാണ് ആ മഹദി, ആ വൃദ്ധയായ പെണ്ണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഉമറാണ് നീ വൃദ്ധയായ മാതാവിനറിയില്ല? സുബ്ഹാനല്ലാഹ് വല്ലാഹി മാ വനന്തു അന്ന അഹദൻ, ഏതെങ്കിലും ഒരാൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ വലാ യദ്രീ മാ ബൈന മശ്രിഖിഹാ വമാ വമഗ്രിബിഹാ, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട്, ഒരു നാടിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട്, ഒരു സ്ഥാപനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട് ആ സ്ഥാപനത്തിന്റെ അകത്ത് നടക്കുന്നത് അയാൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, ഒരു ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആ ജമാഅത്തിന്റെ മുഴുവൻ നീക്കുപോക്കുകളും അറിയൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ നാട്ടിലെ ഒരു പെണ്ണിന്റെ അവസ്ഥ നിനക്കറിയില്ല എന്നോ, ആ പെണ്ണിന്റെ അവസ്ഥ അമീറുൽ മുഅ്മിനീനിന് അറിയില്ല എന്നോ? എന്ത് അമീറാണത്? എന്ത് ഭരണാധികാരിയാണത്? ഉമർ കരയാൻ തുടങ്ങി. അല്ലാഹുവേ, മദീനയിലുള്ള വൃദ്ധരായ മാതാക്കൾ വരെ, മദീനയുടെ വൃദ്ധരായ ഉമ്മമാർ വരെ ഈ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ. അല്ലാഹുവേ, ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി. മദീനയുടെ വൃദ്ധരായ വയസ്സായ ഉമ്മമാർക്ക് വരെ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ, ഉമറിനെക്കാളും അറിവുണ്ടല്ലോ റബ്ബേ. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ യാ അമതല്ലാഹ്, ഉമ്മാ നിങ്ങൾക്ക് എത്രയാണ് ചെലവിന് ആവശ്യമുള്ളത്? എത്രയാണ് നിങ്ങൾക്ക് ചെലവിന് ആവശ്യമുള്ളത്? ഉമ്മ പറഞ്ഞു, എനിക്ക് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര ദിർഹമുകൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ നൽകാതെ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമർ അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരൂലേ? നാളെ രക്ഷപ്പെടാൻ ഉമറിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഉമറിന്റെ പകരം നിങ്ങളുടെ ആവശ്യമുള്ള തുക ഞാൻ തന്നേക്കാം. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമ്മ പറഞ്ഞു, ലാ തഹ്സഅ ബിനാ, പൊന്നുമോനെ എന്നെ പരിഹസിക്കണ്ട, എന്നെ കളിയാക്കണ്ട. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, പരിഹസിക്കുകയല്ല, നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമർ ഭരണത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നേ വരെ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എന്തൊക്കെ ആവശ്യമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അപ്പോഴാണ് ആ ഉമ്മ ഉമർ തങ്ങളോട് പറയുന്നത്, ഉമറാണെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ലല്ലോ, 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. എത്ര ദീനാർ? 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പോക്കറ്റിൽ നിന്ന് 25 ദീനാർ എടുത്തിട്ട് ആ ഉമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. 25 ദീനാർ കയ്യിൽ പിടിച്ചിട്ട് വൃദ്ധയായ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമർ തങ്ങളെ കണ്ടപാടെ രണ്ടുപേരും പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളെ അസ്സലാമു അലൈക്കും. ഇത് കേൾക്കുമ്പോ പെണ്ണ് ഞെട്ടിപ്പോയി, പെണ്ണാകെ അത്ഭുതപ്പെട്ടു പോയി. ഇത് അമീറുൽ മുഅ്മിനീൻ ആയിരുന്നു.
യാ അല്ലാഹ്, ഉമർ തങ്ങളോടാണോ? ഫബലഅത്തിൽ അജൂസു യദഹാ അലാ റഅസിഹാ, തലയിൽ കൈവച്ചുകൊണ്ട് പെണ്ണ് പറയാൻ തുടങ്ങി, വാ സൗഅതാ വാ സൗഅതാ അശതംതു അമീറൽ മുഅ്മിനീൻ, ഞാൻ അമീറുൽ മുഅ്മിനീനെ പരിഹസിച്ചുവല്ലോ, അമീറുൽ മുഅ്മിനീനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ, ഭരണാധികാരിയെ, ഒരു രാജാവിനെ ഞാൻ പരിഹസിച്ചല്ലോ. വാ സൗഅതാ, എന്റെ നഷ്ടമേ, എന്റെ നഷ്ടമേ, എന്റെ അപകടമേ എന്ന് പറയുമ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയുന്നത്, ലാ ബഅസ അലൈകി റഹിമകില്ലാ, ഉമ്മ ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, പ്രശ്നമില്ല, നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിങ്ങൾ കരയേണ്ട, അതൊന്നും ഒരു പ്രശ്നമല്ലേ അല്ല. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി തങ്ങളോടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള വല്ല വസ്തുക്കളുമുണ്ടോ? മരത്തിന്റെ കഷ്ണങ്ങളോ ഓലകളോ കല്ലുകളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കേൾക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും അലങ്കാരമാണ്. പക്ഷേ അത് പേടിയാണ്. സൂക്ഷ്മതയോടെ, ഭയഭക്തിയോടെ, ഇഖ്ലാസോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അധികാരം കാരണം നാളെ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ നമ്മൾക്ക് വരും. അധികാരത്തിന് വേണ്ടി വടംവലിയാണ് എല്ലാ പള്ളികളിലും, എല്ലാ സ്ഥലങ്ങളിലും. അധികാരത്തിന് വേണ്ടി പല ആളുകളും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ വല്ല ന്യൂനത വന്നുപോയാൽ, ഉത്തരവാദിത്വത്തിൽ വല്ല വീഴ്ചയും വന്നുപോയാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കുപ്പായത്തിൽ നിന്ന് ഒരു കഷ്ണം തുണി കീറിയെടുത്തിട്ട്, ഒരു കഷ്ണം കീറിയത് എടുത്തിട്ട് ആ ഉമ്മയുടെ മുമ്പില് അലി തങ്ങളെ സാക്ഷിയാക്കി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുകയാണ്, ഹാദാ മശ്തറാ ഉമറു, ഇത് ഉമർ ഇന്നാലിന്ന പെണ്ണിൽ നിന്ന് വാങ്ങിക്കുന്ന കരാറാണ്. ഉമർ തങ്ങൾ ഭരണം ഏറ്റെടുത്തത് മുതൽ ഇന്നേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പെണ്ണിന് എന്തൊക്കെയാണോ അവകാശമുള്ളത് അത് മുഴുവനും ചെയ്തു കൊടുത്തു എന്നതിന്റെ സാക്ഷിപത്രമാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ട് അതേ കടലാസ് കഷ്ണത്തിൽ, അതേ തുണിക്കഷ്ണത്തിൽ മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ഇനി ഈ പെണ്ണ് നാളെ മഹ്ശറാ ലോകത്ത് വന്നിട്ട് ഉമറിനിക്ക് സഹായം ചെയ്തിട്ടില്ല, ഉമറിനിക്ക് എന്നെ സഹായിച്ചിട്ടില്ല, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഈ പെണ്ണെങ്ങാനും നാളെ മഹ്ശറാ ലോകത്ത് പറഞ്ഞാൽ, ഫഉമറു മിൻഹു ബരീഉൻ, ഫഉമറു മിൻഹു ബരീഉൻ, ഉമർ നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷിപത്രം ഞാൻ എഴുതുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനായ അലി തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്, മോനെ നീ ഇങ്ങോട്ട് വാ, മോനെ നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് മകന്റെ കയ്യിൽ ആ തുണിക്കഷ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ അനമിച്ചു, ഞാൻ മരിച്ചുപോയാൽ, ഞാൻ മരിച്ചുപോയാൽ ഫജഅൽഹു ഫീ കഫനി, എന്റെ കഫൻ പുടയിൽ ഇത് നീ